ഇത് തൃശൂരിലെ പുതുക്കാടിനടുത്ത കൊരട്ടിപ്പാടം. 16 വർഷത്തിനു ശേഷം ഈ രൂപത്തിലേക്ക് പാടശേഖരം മാറിയത് ആഴ്ചകൾക്ക് മുമ്പാണ്. ഭൂമാഫിയ വാങ്ങാനൊരുങ്ങിയ ഇവിടം ചെറുപ്പക്കാരടക്കം 5 പേർ ചേർന്ന് വാങ്ങി. 50 പറയിലേറെ വരുന്ന കാടും കളയും പറിച്ചു കളഞ്ഞു. നേർത്തില്ലാതായ വരമ്പുകൾ ചേറിലിറങ്ങി ഉയർത്തി വെള്ളമെത്തിച്ചു. കാളയും ട്രാക്ടറും എത്താത്ത ഇടമായതിനാൽ ഇവർ ചേർന്ന് കലപ്പ കൊണ്ട് ഉഴുതുമറിച്ചു. പുതുച്ചേറിന്റെ മണമടിച്ചതോടെ കൂട്ടായി കൂടുതൽ ചെറുപ്പക്കാരെത്തി. അവർ എല്ലുമുറിയെ പണിയെടുത്തു. കൃഷിരീതി പറഞ്ഞുകൊടുത്ത് കാരണവന്മാർ മുമ്പിൽ. തുടർന്നിങ്ങോട്ട് മണ്ണിന്റെ മണവും വായുവിന്റെ ശുദ്ധതയും തിരിച്ചെടുക്കാനുള്ള യജ്ഞമായിരുന്നു. പതിയെ പതിയെ പാടം വിത്തെറിയലിന് പാകമായി. അവരൊന്നിച്ചു വിത്തെറിഞ്ഞു. പക്ഷേ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് വിത്തിട്ട പാടത്ത് മലവെള്ളമെത്തി. നിരാശ പരത്തിയ ദിനങ്ങൾ. ദിവസങ്ങൾക്കു ശേഷം വെള്ളമിറങ്ങി. പക്ഷേ മണ്ണ് മനുഷ്യനെ മറന്നിട്ടില്ലെന്നോർമ്മിപ്പിച്ച് എല്ലാ വിത്തും പുതുനാമ്പ് നീട്ടി. പണ്ട് പാടത്തു നിന്നും പുറത്താക്കപ്പെട്ട തുമ്പികളും മടങ്ങിയെത്തി. അത് 5 പേരുടെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കാണുന്ന ഈ 60 പറ നിലം ഞങ്ങളിത് കൃഷി ഇറക്കി ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏതാണ്ട് മുളച്ച പാടത്ത് ചെറുപ്പക്കാർ പക്ഷികളെ അകറ്റാൻ പടക്കം പൊട്ടിച്ചിരിക്കുകയാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തായിരുന്നു ഇവർക്ക് മണ്ണിന്റെ വഴി പറഞ്ഞുകൊടുത്തത്. ഇന്നിപ്പോൾ പത്തായപ്പുര വൃത്തിയാക്കി കാത്തിരിക്കുകയാണിവർ. 3 മാസം കൊണ്ട് പാകമാകുന്ന ജ്യോതി നെല്ലാണ് പാടത്ത്. ഇന്നലകളിൽ ഇവിടെ വിളഞ്ഞിരുന്ന നെല്ലും അത് കുത്തിയെടുത്ത അരിയുടെ സ്വാദും മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമായിരുന്നു. അത് നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഇവർ ഈ കർഷക ദിനത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ചേറിൽ നിന്നാണ് ചോർന്നു തിരിച്ചറിഞ്ഞ ഒരു സംഘമാണിത്. തൃശൂർ ചെങ്ങാലൂരിൽ നിന്നും ക്യാമറ പേഴ്സൺ സഞ്ജു പറ്റമലിനൊപ്പം അഫ്താബുർ റഹ്മാൻ,